എന്റെ അച്ഛനെ പിരിഞ്ഞ് ഈ വീട്ടിൽ നിന്നും ഞാൻ പോണല്ലേ? എന്റെ അച്ഛനെയും ജനിച്ച വീടും നാടും ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു വിടണമല്ലേ? അതാണോ നീ പറഞ്ഞ നല്ലത്? എന്റെ ഉള്ളില് എന്താണെന്ന് നീ മനസ്സിലാക്കില്ലല്ലോ രാജു. പറയ് രാജു, നീ നിന്റെ ഋതിക മാഡത്തെ കുറിച്ച് അത്രയും മനസ്സിലാക്കിയുള്ളോ? മാഡം, മാഡം ഇങ്ങനെ ദേഷ്യപ്പെടരുത്. എന്താ, എനിക്ക് ദേഷ്യപ്പെടാനും പാടില്ലേ? ഓ, ഞാൻ സന്തോഷിക്കാനോ വിഷമിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ലല്ലോ. നിങ്ങളെ ഒന്നും പോലെ മനുഷ്യനല്ലല്ലോ ഞാൻ. ജീവന തുല്യ സ്നേഹിക്കുന്ന അച്ഛനെ എന്നേക്കുമായിട്ട് പിരിഞ്ഞു പോകാൻ നിങ്ങളെല്ലാവരും പറയുമ്പോഴും ഋതികയ്ക്ക് ദേഷ്യപ്പെടാൻ പാടില്ല, കരയാൻ പാടില്ല. എന്റെ ഹൃദയം തകർന്നു പോകുന്ന പോലെ തോന്നുന്നു എനിക്ക്. ആർക്കും അത് മനസ്സിലാവുക? ആർക്കും അത് മനസ്സിലാവില്ല. ഋതിക മനുഷ്യ സ്ത്രീ അല്ലല്ലോ. ഋതികയ്ക്ക് ഹൃദയമില്ലല്ലോ. ഈ വീട്ടില് നായയുടെ താഴെയില്ലേ ഋതികയുടെ സ്ഥാനം? ഋതിക മാഡം, മാഡം ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. വിവാഹം കഴിഞ്ഞാലും മാഡത്തിന് ഇവിടെ വരാനും വർമ്മ സാറിനെ കാണാനൊക്കെ സാധിക്കും. മിണ്ടിപ്പോരുത്. വിവാഹം കഴിപ്പിച്ച് എന്നെ പറഞ്ഞയച്ചു കഴിഞ്ഞ ഈ വീടിന്റെ പടി ചവിട്ടാൻ പോലും എന്റെ അച്ഛൻ എന്നെ അനുവദിക്കില്ല. ഞാൻ ഈ വീട്ടിലുണ്ടാവണമെന്ന് എന്റെ അച്ഛന് ഒരല്പം പോലും ആഗ്രഹമുണ്ടെങ്കിൽ ഇത്രയും ധൃതി വെച്ച് എന്നെങ്ങനെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ശ്രമിക്കോ? എനിക്കറിയാം, അച്ഛൻ എന്റെ മുഖം കാണുന്നത് പോലും വെറുപ്പാ.